നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്തയാണ്. ഞാൻ ബാബുരാജ് പിൻവലിക്കുന്ന വാർത്ത പ്രേക്ഷകർ മുമ്പിലേക്ക് ആദ്യം തന്നെ എത്തിച്ചു. ബാബുരാജ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണ്. ഇതിനാൽ അറിയിക്കുന്നു, ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല. എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം, ആരെയും ഭയന്നിട്ടല്ല. കഴിഞ്ഞ 8 വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത്. അംഗങ്ങളിൽ നിന്നും ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും. ഗംഭീരമായ കുറിപ്പാട്ട് എഴുതിയിരിക്കുന്നു. അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ തള്ളിപ്പറഞ്ഞ് ആരോപണമായി കൊണ്ടുവന്ന ചില ആളുകളെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 മാസക്കാലം കമ്മിറ്റിയിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. എടുത്തു പറയുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടൻ കമ്മിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇത്രയുമധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇപ്പോൾ എനിക്ക് പ്രയാസകരമാണ്. എന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു. അതായിരുന്നല്ലോ ജനാധിപത്യമായ രീതി. എടുത്തു പറയുകയാണ്. മത്സരത്തിലൂടെ തോൽപ്പിക്കണം, അല്ല ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് സരിതനെ കൊണ്ടൊന്ന് ഭീഷണിപ്പെടുത്തിയാന്ന് ഭീഷണിക്ക് വഴങ്ങുന്നതല്ല ബാബുരാജ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നതും അപ്പുറമാണ്. എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അമ്മ സംഘടനയ്ക്ക് എല്ലാവിധ നല്ല ഭാവിയും നേരുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ബാബുരാജ് ജേക്കബ്. ഗംഭീര കുറിപ്പാണ് ബാബുരാജ് അദ്ദേഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. ഇതാരെയും ഭയപ്പെട്ടിട്ടല്ല ബാബുരാജ് പിന്മാറുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തോരോ ആരോപണം കൊണ്ടുവന്നു. ചില ആരോപണങ്ങളൊക്കെ കോടതിയിൽ നിൽപ്പുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ആരോപണം ഇല്ലാത്തവരും ചൂണ്ടിക്കാട്ടണം. ഈ വലിയ ആരോപണം ഉന്നയിച്ച ഒരാൾക്കെതിരെ ഫോക്സോ കേസുണ്ട്. ആലപ്പുഴയിൽ ഫോക്സോ കേസുണ്ട്. അതെന്താണെന്നൊരു ഇതൊക്കെ ഇപ്പോൾ വരും. ആലപ്പുഴയിലുണ്ട്. ഇപ്പം അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച് മഹേഷ് വന്നല്ലോ, അദ്ദേഹത്തിൻ്റെ തോന്നിവാസം പറയുന്നല്ലോ. അതൊന്നും ഇവിടെ വിഷയമുള്ള കേസല്ല. ഞാൻ പറയുന്നു, ബാബുരാജ് കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ബാബുരാജെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. എന്തായാലും പല കോണുകളിലും ഏറ്റവും അവസാനം സരിത എസ് നായരിനെ കൊണ്ടുവന്ന് എന്തായിരുന്നു പ്രവർത്തനം, ലാലേട്ടൻ്റെ പേര് വരെ വലിച്ചിഴച്ച് എന്തൊക്കെ രീതിയിൽ ഒരാളെ ഉപദ്രവിക്കാമെന്നുള്ള ടാർഗറ്റ് ചെയ്തിരുന്നു. അതിലൊന്നുമല്ല ഇപ്പം ലാലേട്ടൻ്റെ പേര് ഇതിലുള്ള വന്നതോടുകൂടിയാണ് വേണ്ടപ്പെട്ടവരുമായിട്ട് ബാബുരാജ് സംഭാഷണം നടത്തിയതിനു ശേഷമാണ് പിന്മാറിയിരിക്കുന്നത്. ആര് എന്ത് ചെയ്താലും പിന്മാറിയാലും ഒരു കാര്യം ഇപ്പോഴും ഓർമ്മ, പാവങ്ങളായ കുറേ ആളുകളുണ്ട്. അവരുടെ അന്നം മുട്ടിക്കരുത്. ആര് വന്നാലും അന്നം മുട്ടിക്കുന്ന ഒരു നിലയിലേക്ക് പോകരുത് എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വെക്കുന്നു. കാരണം അവിടുത്തെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചി ചോദിച്ചു എന്ന് പറയപ്പെട്ടു. ഒരു ചേച്ചി മായമായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഉപ്പും ചോറും തിന്നിട്ടാണ് അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ വാർത്തകളുണ്ട്. അമ്മയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ടായാൽ കൂടെ നിൽക്കും. നിങ്ങൾ ഉദ്ദേശിച്ച ഇതൊന്നും മായമല്ല. എൻ്റെ ചേച്ചി, തിരുവനന്തപുരത്തുള്ള ചേച്ചി ഒന്ന് ചിന്തിച്ചോ? ആ പറഞ്ഞ ചേച്ചിക്കറിയാം, പറഞ്ഞ ആളോട് എന്താണെന്നും ചേച്ചി പറഞ്ഞാൽ അറിയാം. അതുകൊണ്ട് അതൊരു മായമല്ല. മനസ്സിലായല്ലേ? മായം ചേർക്കാതെ പറയും. നിങ്ങളെപ്പോലെ അവിടെ ഇവിടെ നിന്ന് 2 കാലിൽ 2 വെള്ളത്തിൽ ചവിട്ടുന്നൊരു സ്വഭാവം എനിക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത ഒരു വനിതയാണെന്ന് എനിക്കറിയാം. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചെയ്ത വാർത്തകളെല്ലാം ഇതുവരെ സത്യസന്ധമായി. കുക്കുവിനെതിരെ ചെയ്ത വാർത്ത സത്യസന്ധമാണല്ലോ. ഇന്നലെ ഉഷ വന്നു പറഞ്ഞല്ലോ. GSTയുടെ കുടിശ്ശികയുണ്ടെന്നുള്ളത് സത്യമാണല്ലോ. അത് വന്നില്ലേ? അങ്ങനെ എല്ലാ വാർത്തയും സത്യസന്ധമാണ്. അപ്പം ആ പറഞ്ഞ ചേച്ചിയോട് ഞാൻ ഒന്ന് പറയുകയാണ്, ഉണ്ട ചോർന്ന് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്കെതിരെ GST കുടിശ്ശികയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ചേച്ചിക്ക് അറിയില്ലായിരുന്നു ആ കഥയപ്പം. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതേക്കുറിച്ച്. എന്തായാലും ബാബുരാജ് പിന്മാറിയിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ ശക്തമായി തന്നെ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.